സമരസമിതിയെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് എല്ലാ വിഭാഗക്കാരുമുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമുണ്ട്, മതസംഘടനകളും ജാതി സംഘടനകളും. ഈ നമ്മുടെ നാട്ടിൽ ഇന്ന് നിലവിലുള്ള എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ ചേർന്നിട്ടാണ് നമ്മുടെ ഈ സമരസമിതി രൂപീകരിച്ചിരിക്കുന്നത്. 50,000-ൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ, താമസിക്കുന്ന പ്രദേശമാണെങ്കിൽ ആ പ്രദേശത്തിന് പ്രത്യേക പരിഗണന നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രത്യേക ആവണം ഇറക്കിയിട്ടുണ്ട്. പോപ്പുലേഷൻ ആസ് പെർ ലാസ്റ്റ് അവൈലബിൾ സെൻസസ്, അതായത് 50,000-ലധികം പോപ്പുലേഷൻസ് വരുന്ന പ്രദേശങ്ങളിൽ 30 മീറ്റർ ഗ്യാപ്പുള്ള 5 സ്പാൻ തൂണിലുള്ള പാലമാവണം നിർമ്മിക്കേണ്ടതെന്നാണ്. അതാണ് പാലം വരണം എന്നുള്ളത് 100% ആവശ്യമായ കാര്യമാണ്. അതിന് ആരും ജനങ്ങൾ എതിരല്ല. പാലം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തൂണുകളിൽ പില്ലർ പാലമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിലേക്ക് അവരെത്തിയിട്ടുണ്ട്. 50,000-ലധികം ജനസംഖ്യയുള്ള ഒരു മേഖലയിലേക്ക് ഈ 20 മീറ്ററുള്ള ആ വഴി തികയത്തില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്ന അതിന് 30 മീറ്റർ ആക്കണം. അത് വലിയ പ്രശ്നമുള്ള കാര്യം. ഞങ്ങൾ പലരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് നോക്കി. അതിലൊക്കെ NH-ന്റെ ഭാഗത്തുനിന്ന് അവർ നമ്മളുടെ അടുത്ത് സഹകരിക്കാൻ 1% പോലും തയ്യാറായിട്ടില്ല. ഇതാണ് എന്റെ സത്യം. തുറക്കാൻ തന്നെ ഞങ്ങൾ എന്തുമാത്രം ജനങ്ങൾക്ക് വേണ്ടി തുറക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ട് പൂർണ്ണമായി അടച്ചു മൂടിയ ഒരു പാലത്തിന് ബദലായി ശ്രമം കൊണ്ട് തന്നെയാണ് പില്ലർ അനുവദിച്ചത്. പക്ഷെ ഇപ്പോൾ തർക്കമുള്ളത് സ്പാൻഡ് ലെങ്ത് 20 മീറ്റർ ഉള്ളത് 30 മീറ്റർ ആക്കണം. അതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു തർക്കം. ഈ ഹൈവേ അകോട്ടി അങ്ങ് കുമരിച്ചന്ത എന്നാണ് പറയുന്നത്. അവര് പറയുന്നതെന്ന് വെച്ചാൽ കുമരിച്ചന്തയിൽ അവിടെ വളരെ ഇതായിട്ട് ചെയ്യാൻ പോകുന്നതാണ് പറയുന്നത്. പക്ഷെ പണി നടക്കുമ്പോൾ അവര് ചെറിയ പാലം ആയതുകൊണ്ട് 30-20 സ്ക്വയറിന്റെ പാലമായതുകൊണ്ട് ഞങ്ങൾ അത് പറ്റൂല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കച്ചവടത്തിനെല്ലാം നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് വിവാദമായ കുമരിച്ചന്ത റോഡിലേക്ക്. അഥവാ കുമരിച്ചന്ത പാലം പണി ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത് കാരണത്താൽ ഇത് തുറന്നു കൊടുക്കണം എന്നുള്ള വിവാദമായ ഒരുപാട് ചർച്ചകൾ കണ്ടു. ഇത് മുമ്പ് മലയാള ജനതാ ന്യൂസ് വഴി നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ പരിശ്രമ ഫലമായും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സമരസമിതിയുടെയും കൗൺസിലർമാരുടെ എല്ലാവരും നിർദ്ദേശപ്രകാരം ഉന്നത ബോഡിയുമായി ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഏതായാലും ജൂലൈ 25-ാം തീയതി മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഹൈവേ അതോറിറ്റിയുടെയും അതോടൊപ്പം തന്നെ സമരസമിതിയുടെയും മറ്റും ചർച്ചയുടെ ഭാഗമായി ഈ പാലം എന്ന് പണി തുടങ്ങാം, എങ്ങനെയാണ് പണി മുന്നോട്ട് പോവുക, നിർദ്ദേശങ്ങൾ വച്ചതുപോലെ തന്നെ ഈ 30 മീറ്റർ അതോടൊപ്പം തന്നെ തൂണുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് മേൽപ്പാലം പണി തുടങ്ങുമോ ഇല്ലയോ എന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യും. എന്നാൽ താൽക്കാലികമായി ഇപ്പോൾ വളരെയധികം ഗതാഗത കുരുക്കുകൾ നേരിട്ടതാണ് ഈ പറഞ്ഞ കുമരിച്ചന്ത പാലം, അതോടൊപ്പം തന്നെ ഇവിടുത്തെ റോഡ്. അതുകൊണ്ട് തന്നെ അത് തുറക്കണം എന്നുള്ള ആവശ്യം പലപ്പോഴും നിർദ്ദേശങ്ങൾ ആയിട്ട് വന്നിരുന്നു. അഥവാ പാലം പണി തുടങ്ങുന്നത് വരെയെങ്കിലും ഇത് തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ നിർദ്ദേശമായി വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉന്നത ബോഡിയിലുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ അവിടെ സാങ്ഷൻ കൊടുക്കുകയും ഇന്നലെ ഇത് തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ജനങ്ങളുടെ പ്രശ്നം ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഇവിടെ വരുന്ന പാലമാണ്, അത് തൂണുകളിൽ വരുന്ന മേൽപ്പാലമാണ്. അത് എന്താണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതിനുവേണ്ടി ഇവിടെ ഈ പറഞ്ഞ പോലെ മതപള്ളി ക്ഷേത്രത്തിന്റെയും പുത്തമ്പള്ളി ഭാരവാഹികളുടെയും പൂന്തറ ചർച്ചിന്റെയും അതോടൊപ്പം തന്നെ ഇവിടത്തെ വ്യാപാര വ്യവസായങ്ങളുടെയും കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമരസമിതിയുടെ ആളുകളുടെ അഭിപ്രായങ്ങൾ നമുക്കെന്നാൽ തേടേണ്ടതുണ്ട്. എന്താണ് ഇനി മുന്നോട്ടുള്ള പോക്ക് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതാണ് ഇന്ന് മലയാള ജനതാ ന്യൂസ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇവരുടെ അഭിപ്രായങ്ങളിലേക്ക് ഇവരെ ഒന്നുകൂടി ക്ഷണിക്കുകയാണ്. എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം എന്തായാലും താൽക്കാലികമായെങ്കിലും ഇത് തുറന്നു കൊടുത്തു. പക്ഷേ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ഇവിടുത്തെ ഒരു പാലത്തെ സംബന്ധിച്ചാണ്. അത് ഏതുവരായി എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സത്യത്തിൽ അത് ഏതുവരെ എത്തി, എന്താണ് ഇതിന് അതിനുള്ള? ഇവിടെ ഈ കുമരിച്ചന്ത ജംഗ്ഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഏറ്റവും വലിയ തിരക്കേറിയ ഒരു ജംഗ്ഷനാണ്. ഇവിടെ നിരവധി അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം ഹൈവേയിൽ നിന്ന് വരുന്ന വാഹനം സിഗ്നൽ കിടന്നാൽ പോലും സിഗ്നൽ ലംഘിച്ചുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള ആക്സിഡന്റ് മരണങ്ങൾ ഇവിടെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മേൽപ്പാലം അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ മേൽപ്പാലം വേണം, ഞങ്ങളുടെയൊക്കെ കൂട്ടായിട്ടുള്ള ശ്രമം പാലം വേണം എന്ന് തന്നെയാണ്. അപ്പോഴാണ് അവർ ഇവിടെ ഞങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ഒരു അടച്ചുകൂട്ടിയ പാലം കൊണ്ടുവരാൻ വേണ്ടിയുള്ള നിർദ്ദേശമായി ആദ്യം വരുന്നത്. ഞങ്ങൾ അപ്പോൾ തന്നെ അവരുമായിട്ടുള്ള ബന്ധപ്പെട്ടു. ഈ നാടിൻ്റെ സ്ഥിതി, ഈ നാടിനെ രണ്ടായിട്ടുള്ള വേർതിരിക്കുന്നത് ഇവിടുത്തെ ആ അടച്ചുകൂട്ടിയ പാലം വരുന്നതോടുകൂടി ട്രാഫിക് ബ്ലോക്ക് തന്നെ ഭയങ്കരമായിട്ടുണ്ടാവാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു ഉന്നത പ്രദേശമാണ്. ഈ സംയുക്ത യോഗം കൂടി ഇവിടെ ഹൈവേയിൽ പാലം വേണം, പക്ഷേ ഈ പാലം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ സുരക്ഷിതാവസ്ഥയെയും ഈ നാടിനെയും കൂടെ സംരക്ഷിക്കുന്ന രൂപത്തിലാവണം പാലം വേണ്ടത് എന്നുള്ള ആവശ്യം. ആ നിവേദനത്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അവർ ഇവിടെ സാധ്യതാ പഠനം നടത്തിയിട്ട് പറഞ്ഞു, ഇവിടെ മേൽപ്പാലം അടച്ചുപൂട്ടിയ പാലം വേണ്ട, ഇവിടെ നമ്മുടെ
തൂണുകളിലുള്ള പാലം തന്നെ ആവശ്യമുള്ള ഒരു ഏരിയയാണ് എന്ന് അവർക്ക് ബോധ്യമായി. അവർക്കെല്ലാം ബോധ്യമായി പോയതിനു ശേഷം അവർ വീണ്ടും തൂണിലെ പാലമാണ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് 20 മീറ്റർ ഗ്യാപ്പിൽ 3 തൂണുകളുള്ള പാലമാണ് അവരിവിടെ ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഈ 20 മീറ്റർ ഗ്യാപ്പിൽ ഇവിടെ ഒരു പാലം വന്നാൽ ഇവിടെ വല്ലാത്ത ട്രാഫിക് ഉണ്ടാവും, വല്ലാത്ത ഒരു അസ്വസ്ഥത ഉള്ള ഈ നാടായിട്ട് മാറും. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഹൈവേ അതോറിറ്റിക്കാരോടെല്ലാം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഗവൺമെന്റിന്റെ ഓർഡറുണ്ട്. അതായത് NH 240/36/34/2023H എന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേയും കേരള ഗവൺമെന്റും കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്. ഈ എഗ്രിമെന്റ് പ്രകാരം പറയുന്നത് ഇവിടെ നമുക്ക് 4 cities towns having more than 50,000 population as per last available census, അതായത് 50,000-ലധികം പോപ്പുലേഷൻസ് വരുന്ന പ്രദേശങ്ങളിൽ 30 മീറ്റർ ഗ്യാപ്പുള്ള 5 സ്പാൻ തൂണിലുള്ള പാലമാവണം നിർമ്മിക്കേണ്ടതെന്നാണ്. അതാണ് നിയമം. ഞങ്ങൾ പറയുന്നത് ഈ നിയമം ഇവിടെ നടപ്പിലാക്കുക എന്നുള്ള ആവശ്യമാണ്. പക്ഷേ അവർ ഇതിന് തയ്യാറാവാതെ വന്ന സാഹചര്യത്തിൽ വീണ്ടും സംയുക്ത സമരസമിതി ബഹുമാന്യനായിട്ടുള്ള മന്ത്രി സഖാവ് വി ശിവൻകുട്ടിയെ സമീപിക്കുകയും സഖാവ് വി ശിവൻകുട്ടി കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന്റെ ചേംബറിൽ വെച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വിളിച്ചു. അതിൽ ഹൈവേ അതോറിറ്റിയുടെ പ്രോജക്ട് ഡയറക്ടറും കൂടിയാണ് ഇതുപോലെ പങ്കെടുത്തു. പക്ഷെ അതിൽ വെച്ചുകൊണ്ട് മന്ത്രി തന്നെ പറഞ്ഞു നിയമം അനുശാസിക്കുന്ന രൂപത്തിലുള്ള പാലമാവണം ഇവിടെ ഉണ്ടാവേണ്ടത്. അപ്പോൾ അവിടെ പങ്കെടുത്ത ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിലിപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന 25-ാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രി സഖാവ് വി ശിവൻകുട്ടിയുടെ ചേംബറിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം അദ്ദേഹം ശക്തിയായിട്ട് ഇടപെട്ടതിൻ്റെ ഭാഗമായി 25-ാം തീയതി രാവിലെ 10:30 മണിക്ക് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വെച്ചുകൊണ്ട് ഇതിന് ബന്ധപ്പെട്ട ഹൈവേ അതോറിറ്റിയുടെ കേരള RO അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം കൂടുകയാണ്. അതായത് ഈ മാസം 25-ാം തീയതി രാവിലെ 10 മണി ബഹുമാനായിട്ടുള്ള ശംഖുമുഖം AC പൂന്തുറ CI യുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ ആക്ഷൻ കമ്മിറ്റിയും കൗൺസിലർമാരുടെയും സംയുക്ത യോഗം ചേർന്നുകൊണ്ട് ഈ പാലം പണി പുനരാരംഭിക്കുമ്പോൾ ഈ ഇതിനെ ക്ലോസ് അടയ്ക്കേണ്ടതായിട്ടുള്ള വരും. അതുവരെ ജനങ്ങൾക്ക് ഇത് അടച്ചിടുക എന്ന് പറയുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കാരണം ഒരു 4-5 കിലോമീറ്റർ ചുറ്റി മാത്രമേ ഇവിടെയുള്ള ആളുകൾക്ക് പോകാനും വരാനും എല്ലാം ഉള്ളൂ. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ അടക്കം ഓട്ടോറിക്ഷ തൊഴിലാളികളെ അടക്കം പാവപ്പെട്ട നിരവധി ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു ഇവിടെ അടച്ചു വെച്ചിരുന്നത്. അത് ഞങ്ങളുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ബഹുമാനായിട്ടുള്ള ട്രാഫിക് AC, പൂന്തുറ CI, SI, ബന്ധപ്പെട്ട ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഞങ്ങൾ കൗൺസിലർമാർ എല്ലാവരും കൂടി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായും ഇവിടെ ഈ പാലം പണിയുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഏതറ്റം വരെയും ഈ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കൗൺസിലർമാരടക്കം വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികളടക്കം എല്ലാവരും നിന്നുകൊണ്ട് ഇവിടെ പാലം അത്യാവശ്യമാണ്. പക്ഷേ ആ പാലം 30 മീറ്റർ ഗ്യാപ്പിലുള്ള തൂണിലുള്ള പാലം ആവണമെന്നുള്ള ന്യായമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നാണ് അറിയിക്കാനുള്ളത്. ഏതായാലും നമ്മളോടൊപ്പം മാണിക്യവിളാകം വാർഡ് കൗൺസിലർ ബഷീർ സാഹിബ് കൂടെ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത്, കാരണം എല്ലാ കൗൺസിലർമാരുടെയും കൂടെ ഒരു സാന്നിധ്യം ഇതിനകത്തുണ്ട് എന്നുള്ളൊരു ശ്രദ്ധേയമാണ്. പക്ഷേ ഈ പറഞ്ഞ ഒരു ആശ്വാസമാണ്, കാരണം ബ്ലോക്കുകൾ ഒഴിവായി പലർക്കും സ്കൂളിൽ പോകാനും അതോടൊപ്പം തന്നെ കച്ചവടത്തിന് പോകാനും എല്ലാവർക്കും ഒഴിവായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാത തുറന്നതുകൊണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മേൽപ്പാലം വരിക എന്നുള്ളതാണ്. സത്യത്തിൽ ഇത് എത്ര കാലതാമസം എടുക്കും, എത്ര വരെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ മേൽപ്പാലത്തിന് ഞങ്ങൾ ആരും എതിരല്ല. ഈ മേൽപ്പാലം ഇവിടെ വരണമെന്നുള്ള നമ്മുടെയൊക്കെ, അതായത് ഇവിടുത്തെ ആക്ഷൻ കൗൺസിലിന്റെയും ഞങ്ങളുടെ കൗൺസിലർമാരുടെ നിരന്തരമായ പരിശ്രമം കാരണമാണ് ഈ മേൽപ്പാലത്തിലൊരു ഓർഡർ തന്നെ വന്നത്. പക്ഷെ ആ വന്ന ഓർഡറിൽ നമ്മളാരും ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല ആ ഓർഡർ. അതാണ് നമ്മളെ ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം ഈ മേൽപ്പാലത്തിന് അടിയിലുള്ള ആ അകലം ആദ്യം അവർ ഈ കല്ല് കെട്ടി അടയ്ക്കുന്ന ഭാഗവും അത് പിന്നെ ഒഴിവാക്കിയിട്ട് അവസാനം വെറും 20 മീറ്റർ മാത്രമാണ് നമുക്ക് ഈ പാലത്തിന് അടിയിലുള്ള വണ്ടികൾ കടന്നു പോകുന്നതിനുള്ള അവരുടെ ആ അകലം തന്നിരിക്കുന്നത് വെറും 20 മീറ്ററാണ്. പക്ഷെ അതൊരു അശാസ്ത്രീയമായ ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് ഏതാണ്ട് 5 വാർഡുകളോളം ഈ റോഡിനെ താണ്ടി പോകുന്ന ആളുകളാണ് ഉള്ളത്.
അത്രയധികം 50,000-ത്തിലധികം ജനസംഖ്യയുള്ള ഒരു മേഖലയിലേക്ക് ഈ 20 മീറ്ററുള്ള ആ വഴി തികയത്തില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്ന അതിന് 30 മീറ്റർ ആക്കണം. അത് വലിയ പ്രശ്നമുള്ള കാര്യം. ഞങ്ങൾ പലരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് നോക്കി. അതിലൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന 30 മീറ്റർ നിർബന്ധമായി. ഇപ്പം നമ്മുടെ ഈഞ്ചക്കൽ പോലും 30ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവിടുത്തെ വാഹനങ്ങളെക്കാളും അധികമാണ് നമ്മുടെ മേഖലയിലുള്ളത്. ആളുകളുടെ സഞ്ചാരവും ഒക്കെ വളരെ കൂടുതലാണ്. ഇവിടെ നമ്മുടെ 30 മീറ്റർ, ആ 30 മീറ്റർ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നുള്ളത് അത് പിന്നീട് വന്നു കഴിയുമ്പോൾ ജനങ്ങൾക്ക് വരെ പൂർണ്ണമായിട്ട് ബോധ്യമാവും. ഇതുവരെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനോടാണ് നമുക്ക് എതിർപ്പ്. അതിനുവേണ്ടിയാണ് നമ്മുടെ കൗൺസിലർമാരും ഈ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികളും ഒക്കെ നിരന്തരം ബന്ധപ്പെടേണ്ട എല്ലാ മേഖലയിലും, ചുരുക്കം പറഞ്ഞാൽ പോലീസും ട്രാഫിക്കും എല്ലാവരും നമ്മൾ ബന്ധപ്പെട്ടത് കാരണം നമുക്ക് ഇന്നലെ അത് 25-ാം തീയതി ചർച്ച നടക്കുന്ന അന്ന് വരെ നമുക്കൊരു പരിഹാരമായി റോഡ് തുറന്നു തന്നത്. ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയരായത് സത്യത്തിൽ ഈ പറഞ്ഞ സമരസമിതിയാണ്. എന്താണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ആരോപണം കേൾക്കുമ്പോൾ കാണുന്ന പ്രേക്ഷകരോട് തെറ്റിദ്ധരിച്ചവരോട് എന്താണ് പറയാനുള്ളത്? സമരസമിതിയെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് എല്ലാ വിഭാഗക്കാരും ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട്, മതസംഘടനകളും ജാതി സംഘടനകളും. ഈ നമ്മുടെ നാട്ടിൽ ഇന്ന് നിലവിലുള്ള എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ ചേർന്നിട്ടാണ് നമ്മുടെ ഈ സമരസമിതി രൂപീകരിച്ചിരിക്കുന്നത് തന്നെ. എന്നിട്ട് നമുക്ക് ഇതിന് ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ചില ആൾക്കാർ ഈ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ്. കാരണം 3 കിലോമീറ്റർ അധികം സഞ്ചരിച്ചാണ് ഇത് ആളുകൾ റോഡ് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളിന് തീർച്ചയായിട്ടും വേദന ഉണ്ടാവും. അവർ പ്രതികരിക്കും, അവർ പറയും നിങ്ങൾ ഈ സമരസമിതിക്കാർ അടച്ചു വെച്ചുകൊണ്ടായിരിക്കും നമുക്ക് ഈ ദുരിതം അനുഭവിക്കേണ്ടി വരണമെന്ന് പറയും. പക്ഷെ ഇതിന്റെ പിന്നിൽ അവർ മനസ്സിലാക്കേണ്ടത് വെറും 20 മീറ്ററിന്റെ ഒരു ഗ്യാപ്പ് കിട്ടിയത് കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര, അമ്പലത്തറ പൂന്തറ റോഡ്, അതുവഴി പോണ വാഹനങ്ങൾ, സ്കൂൾ ടൈമിൽ അതുപോലെ അതുവഴി പോകുന്ന വാഹനങ്ങൾ, ഇതൊന്നും കൃത്യമായിട്ട് പോകില്ല. നമുക്ക് ഇവിടെ വരാൻ പോകുന്നത് ഒരു ഭയങ്കര വലിയൊരു ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. ഇവർ പാലം കെട്ടി വെച്ചിട്ട് അവരും പോകും. ഭയങ്കര വലിയ ഒരു ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. സ്കൂൾ ടൈമുകളിലും അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളിലും നമ്മളിവിടെ ആളുകൾ അനുഭവിക്കാൻ പോകും. അപ്പോൾ ആ ഒരു 20 മീറ്റർ ഗ്യാപ്പ് എന്നുള്ളത് ഒരു കാരണവശാലും നമ്മളെ ഈ വാഹനങ്ങൾക്ക് അമ്പലത്തറ പൂന്തറ റോഡിന്റെ ട്രാഫിക് വെച്ചിട്ട് പറ്റത്തില്ല, പ്രത്യേകിച്ച് സ്കൂളുകളുള്ള സമയത്ത്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജനങ്ങൾ കൂടിയാണ്. അപ്പോൾ പ്രതികരിക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ പറയാം സമരസമിതിക്കാരാണ് എല്ലാം തടഞ്ഞു വെച്ചേക്കണമെന്ന് പറയാം. അങ്ങനെ അത് അപ്പോഴത്തെ വിഷമം കൊണ്ടങ്ങ് പറയുക കളയുക എന്നുള്ളതല്ല. എല്ലാവരും സമരത്തിനോട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിനോട് സഹകരിക്കുകയാണ് ശരിക്ക് വേണ്ടത്. പിന്നെ ഇതിനകത്തുള്ള ഒരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി മീറ്റിംഗ് വിളിച്ചിട്ടും റീജിയണൽ ഓഫീസർ വന്നിട്ടില്ല, കേരള റീജിയണൽ ഓഫീസർ വന്നിട്ടില്ല. അവിടെയും ഇതിന്റെ ഉദ്യോഗസ്ഥനായിട്ട് വന്നത് പ്രോജക്ട് ഡയറക്ടറാണ്. അവരുടെ അവകാശവാദം നമുക്കിത്ര മതി, അതായത് കുമരിച്ചന്തയ്ക്ക് ഇത്ര മതി, കുമരിച്ചന്തയിൽ എത്രയ്ക്കുള്ള ട്രാഫിക്കേ ഉള്ളൂ എന്നാണ് അവർ കുറെ കണക്കുകളും കാര്യങ്ങളും കുറെ ടെക്നിക്കലായിട്ട് ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഇതൊന്നും ഈ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസും മറികടക്കാൻ പറ്റാത്തതല്ല. അതൊക്കെ പരിഹരിക്കാൻ പറ്റും. ഇതിനൊക്കെ ഉള്ള എഞ്ചിനീയർമാർ കേന്ദ്രത്തിലുമുണ്ട് സംസ്ഥാനത്തിലുമുണ്ട്. നിയമവും അതിന്റെ വിരുദ്ധവുമാണ് സത്യത്തിൽ അവർ പറയുന്നത്. നിയമപരമായിട്ട് നമുക്ക് 30 മീറ്ററിന്റെ 5 സ്പീഡ് കിട്ടിയേ പറ്റുള്ളൂ. പക്ഷെ അതവർ കണക്കാക്കുന്നില്ല. അവർ പറയണ ആ ഓർഡർ പുതിയതാണ്, നമ്മളെ ടെൻഡർ പഴയതാണ്. അങ്ങനെ ഓർഡർ പുതിയതാണെങ്കിൽ പോലും നടത്താവുന്നതേ ഉള്ളൂ. തീർച്ചയായും വ്യാപാരികളെയാണ് കൂടുതൽ ഇത് ബാധിച്ചത് എന്ന് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ എങ്ങനെയാണ് വ്യാപാരി വ്യവസ്ഥയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു സഹകരണം, അതോടൊപ്പം തന്നെ ഈ ഒരു നിസ്സഹകരണം ഉണ്ടാകാനുള്ള സാധ്യത എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഈ പ്രദേശത്ത് ഇങ്ങനൊരു വികസനം വന്നപ്പോഴത്തേക്ക് ആദ്യമായിട്ട് വന്ന് കണ്ട NHന്റെ ആൾക്കാർ എന്നെയാണ്. കാരണം ഇവിടെ കച്ചവടക്കാർക്ക് ഏറ്റവും കൂടുതൽ ദുരിതം വരും എന്നുള്ള കാര്യം അവർക്കും അറിയാം. അതുകൊണ്ട് ആദ്യമായിട്ട് ആ NHന്റെ ആൾക്കാർ, കോൺട്രാക്ടറത്തെ ആൾക്കാർ ഉൾപ്പെടെയുള്ള എന്നെ വന്ന് കാണുകയും, അപ്പം ഞങ്ങളൊരു ബദൽ സംവിധാനം ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ ഞാനത് മുഖം കൊടുക്കാതെ മാറി നിൽക്കുകയും അവരോട് അറിയിക്കുകയും, അപ്പം ഈ സംവിധാനം ഇവിടെ നാട്ടിലത്തെ ഏറ്റവും വലിയ കച്ചവട മേഖല മൊത്തം തരും. അതുപോലെ ജനങ്ങൾക്കും ബാധിക്കും. കാരണം നമ്മൾ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണല്ലോ, മത്സ്യ തൊഴിലാളികൾ, അതുപോലെ തന്നെ ചുമട്ട് തൊഴിലാളികൾ, അതുപോലെ സാധാരണക്കാർ. അപ്പം ഈ മേഖല മൊത്തം ഒരു പ്രതിസന്ധിയെ ഉണ്ടാവാതിരിക്കാൻ ഞങ്ങളൊരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി. പക്ഷേ ഇപ്പോഴും വേറൊരു അവസ്ഥയിലേക്ക് വന്നെന്നുള്ള കാര്യം 100% ശരിയാണ്. പക്ഷെ ഒരു വിജയ സാധ്യത ഇതിനകത്ത് കാണുന്നു. കാരണം ഞങ്ങളുടെ ഈ കൂട്ടായ്മ, ഈ പ്രസ്ഥാനത്തിന്റെ ഈ കൂട്ടായ്മ തന്നെയാണ് ഇതിന്റെ ഒരു വിജയ സാധ്യത. പക്ഷെ ഞങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവർ ഞങ്ങളടുത്ത് ആ രീതിയിൽ ഇടപെടുകയും ഞങ്ങൾ അവരോട് ഇടപെടുകയും ആ വിട്ടതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ പൂന്തറ പോലീസ് സ്റ്റേഷനിലെ SHO ആയിരുന്നാലും, അതുപോലെ തന്നെ നമ്മുടെ സംഗമ AC ആയിരുന്നാലും, അതുപോലെ തന്നെ ട്രാഫിക് AC ആയിരുന്നാലും നമ്മളെ കൂട്ടത്തിൽ പൂർണ്ണമായിട്ട് സഹകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു വിജയം കണ്ട് ഈ ഓപ്പൺ വന്നിരിക്കുന്നത്. ഈ 25-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ ഏത് അവസ്ഥയിലുള്ള പാലം വരും എന്നുള്ള കാര്യം ഞങ്ങൾ 95% വിശ്വാസമുണ്ട്.
ബഹുമാനായ നമ്മുടെ ഈ മണ്ഡലത്തിലെ MLA എന്നുള്ള നിലയ്ക്കും മന്ത്രി എന്ന നിലയ്ക്കും അദ്ദേഹം ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. ആ 25-ാം തീയതി ഇടപെടലുകൂടി പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് എനിക്കും വ്യാപാരിയുടെ പ്രതിനിധികൾക്ക് പറയാനുള്ളത്. എന്നാലും ഈ പാലം പണിയുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ മുമ്പിൽ നിന്ന ഒരു പ്രതിനിധിയാണ് UDF സ്ഥാനാർത്ഥിയായ നമ്മുടെ അലീം റഹ്മാൻ. ഫലം വരണം എന്നുള്ളത് 100% ആവശ്യമായ കാര്യമാണ്. അതിൽ ആരും ജനങ്ങളെ എതിരല്ല. ഫലം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തൂണുകളിൽ പില്ലർ പാലമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിലേക്ക് അവരെത്തിയിട്ടുണ്ട്. ആകെയുള്ള തർക്കം അതിന്റെ ഗ്യാപ്പ് തമ്മിലുള്ള 30 മീറ്റർ 20 മീറ്റർ എന്നുള്ള തർക്കമാണ് ഉള്ളത്. അത് നിരവധി മീറ്റിങ്ങുകൾ കഴിഞ്ഞു. ഇനി 25-ാം തീയതി അവസാനം പെട്ട ചർച്ച ശിവൻകുട്ടി MLA മന്ത്രിയുടെ നേതൃത്വത്തിൽ ഓഫീസിൽ നടക്കുന്നുണ്ട്. അതോടെ പരിഹരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആരും പാലത്തിനാരും എതിരില്ല. ആലം വേണമെന്ന് തന്നെയാണ് ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും പൊതുജമാഅത്തും എല്ലാവരും ആവശ്യപ്പെടുന്നത്. വേണമെന്നാണ്. അത് എത്രയും വേഗം വേണം. ഇത് വരുന്ന ഡിലേ കൊണ്ടുണ്ടായ അസൗകര്യങ്ങൾ, പ്രത്യേകിച്ച് വിഴിഞ്ഞം സീസണുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ഈ മേഖലയിൽ ഒരുപാട് ട്രാഫിക് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അതിന് ജൂലൈ 6-ാം തീയതി MP തന്നെ കത്ത് കളക്ടർക്കും ഇവർക്കും നാഷണൽ ഹൈവേ അതോറിറ്റിക്കും കൊടുത്തിരുന്നു. ഇതൊന്നും തുറന്നു കൊടുക്കണം, താൽക്കാലികമായിട്ടെങ്കിലും നിങ്ങൾ പണി തുടങ്ങുന്നത് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലും ഇവിടെ നിരന്തരമായി സമരസമിതിയുടെ നിരന്തരമായ സമ്മർദ്ദത്തിനൊടുവിലാണ് പോലീസ് അധികാരികളെ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനമായത്. ആ സ്ഥലം വിസിറ്റ് ചെയ്ത് എങ്ങനെ തുറന്നു കൊടുക്കാൻ പറ്റും എന്നുള്ള വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുള്ളത്. ഇത് പൂർണ്ണമായും സമരസമിതിയുടെ നേതൃത്വം തന്നെയാണ് ഇത് നടന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു മതവിൽ ക്ഷേത്രത്തിന്റെ ഭാഗമായി തമ്പിസാറിന്റെ അഭിപ്രായം. അതോടൊപ്പം മുന്നിൽ നിൽക്കുന്നതാണ് പുത്തമ്പള്ളി ജമാഅത്തിന്റെ അംഗങ്ങളും. അതായത് ഇതിന്റെ സെക്രട്ടറി നമ്മളോടൊപ്പം ഉണ്ടായി. ഈ സമരസമിതി രൂപം കൊടുത്തതിന് പുത്തമ്പള്ളി ജമാഅത്ത് കമ്മിറ്റിയാണ് ആദ്യം ആലോചിച്ചത്. ഇവിടെ ഈ നാട്ടിലെ എല്ലാ സാമുദായിക ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് ക്ഷേത്ര കമ്മിറ്റി, പൂന്തറ ചർച്ച കമ്മിറ്റി, വ്യാപാരി വ്യവസായികൾ ഒക്കെ ഞങ്ങൾ എല്ലാവരെയും നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാവരും സംഘടിപ്പിച്ചാണ് സമരസമിതി രൂപം കൊണ്ടത്. ആ സമരസമിതി ഇന്നും നിലനിൽക്കുന്നു. ഇതിന്റെ പര്യവസാനം വരെ ഞങ്ങൾ ഐക്യത്തോടെ ഞങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. ഈ സമരസമിതിയുടെ നീക്കം കൊണ്ടാണ് പൂർണ്ണമായി അടച്ചുമൂടിയ ഒരു പാലത്തിന് ബദലായി സമരസമിതി ശ്രമം കൊണ്ട് തന്നെയാണ് പില്ലർ അനുവദിച്ചത്. പക്ഷെ ഇപ്പോൾ തർക്കമുള്ളത് സ്പാൻഡ് ലെങ്ത് 20 മീറ്റർ എന്നുള്ളത് 30 മീറ്റർ ആക്കണം. അതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു തർക്കം. അതിനെന്തായാലും ഞങ്ങൾ വളരെ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. ഈ വരുന്ന 25-ാം തീയതി ഒരു മീറ്റിംഗ് ഉണ്ട് മിനിസ്റ്റർ ഗവൺമെന്റ് ഓഫീസിൽ വെച്ച്. അന്നൊരു അന്തിമ തീരുമാനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകും. നമ്മൾ വേറെ ആരുടെയും വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശ്രമമല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ സാമുദായിക നേതാക്കന്മാരും ജമാഅത്ത് ഭാരവാഹികളും ഈ പറഞ്ഞ അമ്പലഭാരം ഒക്കെ സംയുക്തം ഇത്രയും നേടിയെടുത്തത്. ഇനി ഞങ്ങൾ പൂർണ്ണമായി വിജയിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും കൂടുതൽ ഈ ഒരു പാലമണി നടക്കുന്നതുമായി റോഡ് ബ്ലോക്ക് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് കുമരിച്ചന്തയാണ്. നമ്മളത് കുമരിച്ചന്ത ഇപ്പോൾ കൂടുതൽ പ്രശസ്തിയായിട്ടുണ്ട്. പേരുകൾ പല പ്രാവശ്യം വന്നു. സത്യത്തിൽ ആ കുമരിച്ചന്തയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കച്ചവടക്കാരൻ എന്ന നിലയ്ക്ക് നമുക്ക് നിജുദ്ദീൻ സാറിന് ചോദിക്കാനുണ്ട്. എങ്ങനെയാണ് സത്യത്തിൽ മാർക്കറ്റിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് ഈ കാര്യം? ഇപ്പൊ പുത്തമ്പള്ളി ജമാഅത്ത് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിനെ എങ്ങനെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് സഹായം? മാർക്കറ്റിന് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഹൈവേ അതോറിറ്റി തന്നെ കുമരിച്ചന്ത എന്നാണ് പറയുന്നത്. അവര് പറയുന്നതെന്ന് വെച്ചാൽ കുമരിച്ചന്തയിൽ അവിടെ വളരെ ഇതായിട്ട് ചെയ്യാൻ പോകുന്നതാണ് പറയുന്നത്. പക്ഷെ പണി നടക്കുമ്പോൾ അവര് ചെറിയ പാലം ആയതുകൊണ്ട് 30-20 സ്ക്വയറിന്റെ പാലമായതുകൊണ്ട് ഞങ്ങൾ അത് പറ്റൂല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കച്ചവടത്തിനെല്ലാം നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എന്നാലും ഈ ഒരു വേണ്ടി ജനങ്ങളുടെ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. എന്തെങ്കിലും നല്ല രീതിയിൽ നടന്നു പോകും. ഇപ്പോൾ തുറന്നു കൊടുത്ത മാർഗത്തെ ഇവിടെ സന്തോഷമുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷെ അതല്ല പ്രശ്നം കൂടെ അതല്ല. ഇവിടെ പാലം വരിക എന്നുള്ളതാണ് പ്രശ്നം. ആ പാലം യഥാർത്ഥ രൂപത്തിൽ ഭാവിക്ക് ഉപയോഗപ്പെടുന്ന നല്ല രീതിയിലുള്ള ഒരു പാലമായിട്ട് ഈ പാലം മാറണം. അങ്ങനെ പാലം ഉണ്ടാകണം. അതിന് കാലതാമസം വന്നാൽ ഈ തുറന്നു കൊടുത്തതൊന്നും ഞങ്ങൾ പ്രശ്നമാക്കൂല. വൻപിച്ച ഒരു സമരത്തിലേക്ക് ഈ പ്രദേശം മാറുന്ന സാഹചര്യത്തിലേക്ക് വരും. പണി അവർ തുടങ്ങുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തുടങ്ങാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെയാണ് ഈ നാടിന്റെ കിടപ്പ് അങ്ങനെയാണ്. അതുകൊണ്ട് അവർക്ക് തുടങ്ങിയേ പറ്റൂ. അപ്പൊ ഇതാണ് ഇവിടെയുള്ള വാർഡ് കൗൺസിലർമാരുടെയും സമരസമിതി നേതാക്കളുടെയും അഭിപ്രായം. എന്തായാലും കാത്തിരിക്കുകയാണ് ഈ ജൂലൈ 25-ാം തീയതി വരെ അവിടെ നടക്കുന്ന ഉന്നത ബോഡിയിൽ അഥവാ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരും എന്ന് ഇവിടെ പണി ആരംഭിക്കണം. ഏത് പാലമാണ് ഇവിടെ വരേണ്ടത്? ഈ പറഞ്ഞതുപോലെ 30 മീറ്റർ നീളമുള്ള തൂണുകളിലാണോ വരിക, അല്ല ഈ പറഞ്ഞതുപോലെ ചെറിയ പർപ്പസിൽ ഇവർ തീരുമാനിച്ച പോലാണോ വരിക എന്നുള്ളൊരു കാര്യം എന്തായാലും അന്ന് തീരുമാനമാകും. അതിനു മുമ്പ് ഈ പറഞ്ഞതുപോലെ നിർദ്ദേശങ്ങൾ ഒന്ന് പാലിക്കണം. അതുവരെ ഇവിടുത്തെ റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് സുഗമമായ യാത്രയ്ക്ക് വേണ്ടി. എന്നാലും നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷിക്കുകയാണ്. ഏത് ഫലമായിരിക്കും ഇവിടെ വരിക, എന്നായിരിക്കും തുടങ്ങുക? നിങ്ങൾക്ക് ഗസ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. എന്തായാലും മലയാള ന്യൂസിന്റെ പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിടാം. ബൈ.